വാട്ട് ഈസ് ദ കോറിലേഷൻ ബിറ്റ്വീൻ എന്താ പറയുക എക്സസീവ് മാസ്റ്റർബേഷൻ ആൻഡ് ഇൻഫെർട്ടിലിറ്റി? ആക്ച്വലി അതൊരു മിത്താണ്. ഒരു പേഷ്യൻ്റ് വന്നിരുന്നു, 29 ഇയേഴ്സ് ഓൾഡ്, ഒരു ആൺകുട്ടിയാണ്. ആൾക്ക് കല്യാണമായി 1 ഇയർ ആയി. അപ്പോൾ ഉദ്ദേശിച്ച പോലെ പ്രഗ്നൻസി ആവുന്നില്ല. സോ ആൾ എന്നോട് പേഴ്സണലി പറഞ്ഞു, ഡോക്ടർ ഞാൻ ചെറുപ്പം തൊട്ട് കുറേ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടാണോ തീർന്നു പോയതാണോ എന്നൊക്കെയുള്ളൊരു ഭയങ്കര കുറ്റബോധം, ഗിൽട്ടൊക്കെ ആയിട്ടാണ് പാവം വന്നത്. പക്ഷേ ആക്ച്വലി സ്പേം അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് അതർ ഫാക്ടേഴ്സ്, അതൊക്കെ കുറച്ച് ഇൻഫെക്ഷൻ വൈഫിനൊക്കെ ഫാക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദാറ്റ് ട്രോമ ഹി ഹാഡ് ടു ഗോ ത്രൂ അല്ലേ. അത്രയും കുറ്റബോധം ഓരോ പ്രാവശ്യം ഓരോ സൈക്കിളിലാവാതിരിക്കുമ്പോൾ ഭയങ്കര ഗിൽട്ടൊക്കെയാണ്. ആക്ച്വലി അങ്ങനെ ഇല്ല കേട്ടോ. മാസ്റ്റർബേഷൻ കാരണം ഇൻഫെർട്ടിലിറ്റി വരാനുള്ള ചാൻസ് വളരെ കുറവാണ് സയൻറ്റിഫിക്കലി. പക്ഷേ വേറൊരു കാര്യം ഞാൻ ഇതുപോലെ കണ്ടിട്ടുള്ളത്, ഈ ഇൻ്റർനെറ്റ് പോൺ അഡിക്ഷൻ, ഇവർ ഈ പോണൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ വരുമ്പോൾ അവരുടെ നോർമൽ സെക്ഷൽ ലൈഫിനെ ബാധിക്കും. അവർക്ക് വൈഫ് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നാറില്ല, ഡിസയർ കുറയും. അങ്ങനെ വരുമ്പോൾ എന്താ, സെക്ഷൽ ഫ്രീക്വൻസി കുറയും, അതിൻ്റെ ആ ഒരു ഇൻറ്റിമസി പ്ലഷറൊക്കെ കുറയും. അപ്പം നാച്ചുറലി പ്രഗ്നൻസിക്ക് അങ്ങനെ അവരുടെ ലൈഫിനെ തന്നെ, നോട്ട് ഓൺലി പ്രഗ്നൻസി, അവരുടെ ആ ഒരു ബോണ്ടിങ് ഇൻറ്റിമസി ഒക്കെ അത് ബാധിക്കാറുണ്ട്. അത് വളരെ കോമൺ ആണ്, നല്ലപോലെ എഫക്റ്റ് ചെയ്യാറുമുണ്ട് കപ്പിൾസിൻ്റെ ഒരു നോർമൽ ലൈഫിന്. ഇതിലിപ്പോൾ നമുക്കൊരു ജനറൽ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, ഐ ജസ്റ്റ് വോണ്ട് ടു നോ, അതായത് ഇപ്പോൾ ഈ വന്ധ്യത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് സ്ത്രീകളുടെ മാത്രം കുറ്റമാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്ലെയിം മൊത്തം അവരെടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ അത് പുരുഷന്മാർക്കും ഈ പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു നോ, ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഫോൾട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്നത്, ഫോൾട്ട് എന്ന് വിളിക്കുന്നില്ല, ഒരു പ്രോബ്ലം വരുന്നത് കൂടുതലും സ്ത്രീകൾക്കാണോ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കൂടുതലും പുരുഷന്മാർക്കാണോ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ ട്രെൻഡ് കുറച്ച് ചേഞ്ചിങ് ആണ്. പുരുഷന്മാരുടെ വന്ധ്യത കുറച്ച് കൂടി വരുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ പുരുഷന്മാരുടെ വന്ധ്യത 30% അവർക്ക് മാത്രമേ കുഴപ്പമുണ്ടാവുള്ളൂ. ഒരു കപ്പിൾ എൻ്റെ അടുത്ത് വരികയാണ്, അല്ലെങ്കിൽ ഒരു 10 കപ്പിൾ വരുവാണെങ്കിൽ അതിൽ 3 കപ്പിളിന് പുരുഷന്മാർക്ക് മാത്രമേ പ്രശ്നം, 30%. ഇനി അതിൽ 5 പേർക്ക് പുരുഷന്മാർക്കും ഉണ്ടാവും സ്ത്രീകൾക്കും ഉണ്ടാവും. കോൺട്രിബ്യൂട്ടറി ആയിട്ട് ഒരു 50% വരെ വരുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് ഞാൻ ഒ പിയിലൊക്കെ കാണുന്നത്. 50%, ചിലർക്ക് ഒരു 30% 2 പേർക്കും ഫാക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് കാണുന്നത്. കമ്മിങ് ടു സെക്ഷുവൽ ലൈഫ് ആൻഡ് അതിലുള്ളൊരു ഒരു മാറ്ററിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ പൊതുവേ നമ്മൾ ആദ്യമൊക്കെ ഒരു പറച്ചിലുണ്ട്, അതായത് നമ്മൾ ഇന്ന ഒരു പൊസിഷൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഈസി ടു ഗെറ്റ് പ്രഗ്നൻറ്റ്, അല്ലെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്, അങ്ങനെയൊക്കെ. സോ ഐ ജസ്റ്റ് വോണ്ട് ടു നോ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ സെക്ഷൽ പൊസിഷൻ ഉണ്ടോ ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ഈസിലി? സയൻറ്റിഫിക്കലി അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓവുലേഷൻ ടൈമിൽ സ്പേംസ് അവിടെ അവൈലബിൾ ആക്കണം, അത്രയേ ഉള്ളൂ. അതിന് ആ കപ്പിളിന് ഏതാണോ കംഫർട്ടബിൾ പൊസിഷൻ അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇന്ന പൊസിഷൻ എന്നില്ല. നമ്മൾ ആസ് ക്ലോസ് ടു യൂട്രസ് സെർവിക്സിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ മതി. അതിനകത്ത് മോട്ടൈൽ സ്പേംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ കയറിപ്പോവും അല്ലേ. നമ്മളിപ്പോൾ വജൈനയിലേക്കാണല്ലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബ്സിലാണ് അല്ല. അപ്പോൾ സോ പൊസിഷനകത്ത് യാതൊരു എന്താ പറയുക കോറിലേഷൻ വരുന്നില്ല. സയൻറ്റിഫിക്കലി അങ്ങനെ ഇല്ല. പിന്നെ കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. എന്താ പറയുക, കാലങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. കുറച്ച് നേരം കിടക്കണം, കാല് പൊക്കി വെക്കണം, പില്ലോ വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. സോ അതിനൊന്നും ഹാമില്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഹാമില്ല. പക്ഷെ സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല, അത് ഇമ്പ്രൂവ് ചെയ്യുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല.